ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. നിങ്ങൾ വലിയ സത്യസന്ധതയുടെ കാര്യം പറഞ്ഞല്ലോ, അതിലും വലിയ സത്യസന്ധതയുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും ഒക്കെ ഉണ്ട്, ധാരാളം സ്വത്തുവകകളും ഉണ്ട്. അതെല്ലാം വിട്ടിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്, അറിയാമോ? എടാ, അവൾ സംസാരിക്കുന്ന കേട്ടില്ല? എൻ്റെ ഭാര്യയായതിൽ അവൾ അഭിമാനിക്കുന്നുണ്ടെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. എടാ, ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താടാ? അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഞാൻ വന്നു കയറിയ ദിവസം മുതൽ അന്ന് റിസപ്ഷന് വരെ നാട്ടുകാർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എന്നിട്ട് ഇവിടെ ജീവിക്കുന്നില്ലയോ? നാട്ടുകാർ പറയുന്ന എല്ലാം നുണക്കഥകളാണ്. ഒരു പെൺകുട്ടിക്ക് ഈ വീട്ടിൽ കഴിയാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല, വെറും നുണകളാണ്. ആകെയുള്ള കഥ അച്ഛനെ പറ്റി. അത് സത്യമാണെന്ന് പോലും ഉറപ്പില്ല. ചെറുപ്പം മുതലേ ഉള്ള കേട്ട കഥ നിങ്ങൾ കഴിഞ്ഞില്ലയോ? അത് ഇത്രയും കാലം ഞാൻ ഇവിടെ ജീവിച്ചതുകൊണ്ട് പറയുക, ഈ വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് സന്തോഷമായി കഴിയാൻ പറ്റിയില്ലെങ്കിൽ അവൾ ഏത് വീട്ടിൽ ചെന്നാലും സന്തോഷമായി കഴിയാൻ പറ്റുകയില്ല. ഞാനിവിടെ അത്ര സന്തോഷത്തോടെയാണ് കഴിയുന്നത്. ഇവിടെ എല്ലാവരും എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. നീ ഇവിടെ പൊന്നുപോലെയാണ് ജീവിക്കുന്നെങ്കിൽ എൻ്റെ മോളെ ഇവിടേക്ക് അയക്കണോ? നിങ്ങളുടെ മോളെ അയക്കുന്നതോ അയക്കാത്തതോ നിങ്ങളുടെ വിഷയം, പക്ഷെ ഞങ്ങളുടെ വിഷയമല്ല. മേലിൽ ഈ വീടിനെ പറ്റി അനാവശ്യം പറഞ്ഞ് നടക്കരുത്. ഇവിടെ ഇങ്ങനെയാണെന്ന് പറയരുത്. സുധീഷ് എന്ന് മുതൽ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നോ അന്ന് മുതൽ ഈ വീടിനെ പറ്റി പറയുന്നതെല്ലാം നുണക്കഥകളായി മാറി. മകളെ കല്യാണം കഴിച്ചു വിടാൻ സമ്മതമല്ലെങ്കിൽ, ഈ വീട്ടിൽ ജീവിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം. എന്നാൽ കല്യാണം കഴിച്ചു കൊടുക്കാത്തത് ഈ വീട് കാരണമാണെന്ന് ഒരിക്കലും പറയരുത്. എന്നാൽ ഞാൻ ഒന്ന് പറയുകയാണ്, നിങ്ങളുടെ മകളെ ഇവിടെ ഹരീഷിന് വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർ പൊന്നുപോലെ നോക്കും. സുഭാഷ് ഏട്ടൻ ഒരു അനിയത്തി, നികേഷിന് ഒരു ഏട്ടത്തിയമ്മയാകും. എന്തിനു പറയാൻ, ഇന്ന് വന്ന് വഴക്കുണ്ടാക്കിയ സുധീഷ് പോലും നിങ്ങളെ മകളോട് അത്ര സ്നേഹത്തോടെ പെരുമാറുകയുള്ളൂ. അതെനിക്കറിയാം. ഇങ്ങനെ ഒരു വീട്ടിലേക്ക് അയക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ വീട്ടിൽ പോയി സമാധാനം കണ്ടെത്തുകയാണ് വേണ്ടത്, അല്ലാതെ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഈ നാട്ടിൽ വേറെ ഇങ്ങനെ ഒരു കുടുംബം കാണത്തില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സുധീഷ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ വന്ന ഈ വീട്ടിലെ മരുമകളായ ഞാൻ പറയുന്നു, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു നല്ലൊരു കുടുംബം വേറെ കാണില്ല. ഇതുപോലെ ഒരു സുരക്ഷിതമായ സ്ഥലം ഒരു പെണ്ണിനും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് വിടാത്തത് നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇനി ഈ വീടിനെ പഴിക്കാൻ നിൽക്കല്ലേ. ഇതോടെ നിർത്തിക്കോണേ. ഇനിയും പഴിയും കേട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. ഇനി ഈ വീടിനെക്കുറിച്ച് നുണക്കഥകൾ പറയുന്ന അവസാനിപ്പിച്ചോണേ. ഇനി മേലിൽ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങിപ്പോ, എൻ്റെ മുറ്റത്തുനിന്ന് ഇറങ്ങിപ്പോ. വാടി മോളെ, ഇനി ഇങ്ങനെ കേട്ടിരിക്കാൻ വയ്യ സുഭാഷ് ഏട്ടാ. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യ പറഞ്ഞിട്ട് പോയത്, കേട്ടില്ലേ? എനിക്കിനി തറയിൽ നിൽക്കാൻ പറ്റുന്നില്ലേ? എടാ, അവനെ ഒന്ന് ശ്രദ്ധിക്കണേ, അവൻ്റെ കിളി പോയി കിടക്കുക. നീയും കൂടെ പോയി ഒപ്പിച്ചില്ലേ? വാട കയറി. എൻ്റെ ശിവനെ, രണ്ടും കൂടെ ഒരുമിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. രണ്ടുപേരെ ശരിക്കും പറഞ്ഞാൽ പൊട്ടിക്കുകയാണ് വേണ്ടത്. വന്ന് പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് അവർക്കും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. നമ്മൾ അവിടെ ചെന്ന് പെണ്ണിനെ ആലോചിച്ചോ? ഇല്ലല്ലോ. അവർ വന്നത് ഇരിക്കട്ടെ, നിങ്ങൾ എന്തിനാ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാൻ പോയത്? സുധീഷ് അപ്പം തന്നെ സ്വപ്ന ലോകത്താണ്. നിധി പറയുന്നത്, എടാ ഞാൻ പറയുന്നത് കേട്ടില്ലേ? സുധീഷ് പെട്ടെന്ന് ഞെട്ടുന്നു. എന്താ പറഞ്ഞത്? അത് നീതുവിൻ്റെ കാര്യം. നിങ്ങൾ എന്തിനാ അവിടെ പോയത്? അതോ ഇന്നലെ അവൻ വെറുതെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയതില്ലേ? അവനോട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ വഴക്കുണ്ടാക്കിയതുകൊണ്ട് അതിന് പകരം ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയത്. വെറുതെ പ്രശ്നം വലുതാക്കിയെന്ന് മാത്രം. അല്ല ഹരീഷ്, നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നില്ലയോ? അപ്പോൾ ആ വീട്ടുകാരുമായിട്ട് ബഹളം വെക്കാൻ നിൽക്കരുത്. അപ്പോൾ അവർ പറയുന്നത് കേട്ട് നാണം കെട്ടി തലയും താഴ്ത്തി എങ്ങനെയെങ്കിലും കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കണം അല്ലേ? നിനക്ക് ദേഷ്യം എന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല. പരസ്പരം പോരാടിയോണ്ട് എന്നും നേടാൻ പോകുന്നില്ല. നിനക്ക് ആ കുട്ടിയുമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക വേണ്ടത്. ചില വഴക്കുകൾ ഉണ്ടായാൽ നമ്മൾ കണ്ടില്ല എന്ന് വെക്കണം. അവരും തലയിൽ കയറി ഇന്ന് നിരങ്ങുമ്പോഴും നമ്മൾ കണ്ടില്ല എന്ന് വെക്കണം അല്ലേ? ഇത് ചെയ്തത് ഞങ്ങൾ തന്നെയാണ് ശരി. പിന്നെ പറഞ്ഞാലേ, ഇന്ന് ശരിക്കും നിധിയാണ് സീൻ തൂക്കിയത്. അവിടെ വന്ന് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പെണ്ണുങ്ങൾ വാഴത്ത വീടെന്നല്ലേ പറയുന്നത്? ഞാൻ അവിടെയല്ലേ താമസിക്കുന്നത്? ഞാൻ പെണ്ണല്ലേ? എനിക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. ഏട്ടത്തി കലക്കി. ഏട്ടത്തി പോയിന്റ് പറഞ്ഞപ്പോഴത്തന്നെ അവരുടെ വായടഞ്ഞു പോയി. ചേച്ചി പറയുന്ന ആ താലിയും പൊക്കി പിടിച്ച ഒരു ഡയലോഗ് പറഞ്ഞില്ലേ, അതാണ് മരണമാസ ഡയലോഗ്. ഇത് കേട്ട ഉടനെ നിധി താലി ഊരി സുധീഷിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. നിധി വേണ്ട, ഇനി താലിയുടെ കാര്യം ഞാൻ മിണ്ടത്തില്ല. ഇത് താൻ വെച്ചോ, സൂക്ഷിച്ച് വെച്ചോ. അപ്പോഴത്തന്നെ അവൾ പോയപ്പോൾ ചിരിക്കുന്നത്. എന്തിനാ ചിരിക്കുന്നത്? താലി ഊരി തന്നേനെന്നോ? അല്ല, ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇത് കഴുത്തിലിട്ടുകൊണ്ട് വന്ന എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? എനിക്കത് മതി. താലി എൻ്റെ കയ്യിലിരുന്നാലും പ്രശ്നമല്ല. ആട്ടുകാരുടെ മുമ്പിൽ വഴക്കുണ്ടാക്കിയപ്പോഴത്തേന് എൻ്റെ അടുത്ത് ഈ താലി ചോദിച്ച് വന്നില്ലയോ? നമ്മുടെ വീടായതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇനി എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരും. എനിക്കത് മതി. പിന്നെ കാണിക്കുന്ന ഈതും ചേട്ടനും ഭയങ്കര അടി. നീ എന്തിനാ നീ എന്നെ തല്ലുന്നത്? നിൻ്റെ ചേട്ടനാണെന്ന് നിനക്ക് വിചാരമുണ്ടോ? നിൻ്റെ പെങ്ങളാണെന്ന് നിനക്ക് എന്നോടൊരു വിചാരമുണ്ടോ? അപ്പോഴത്തേനും അച്ഛനും അമ്മയും വരുന്നു. എന്താ അവിടെ ഒരു ബഹളം? നിങ്ങളുടെ മോളായിരിക്കും. നിൻ്റെ ചേട്ടനില്ലേ? നീ എന്തിൻ്റെ ചേട്ടനെ തല്ലുന്നത്? അനിയത്തിയാണെന്ന് അവനൊരു വിചാരമുണ്ടോ? എടി, ഒരു പെൺകുട്ടിയുടെ സ്വഭാവമാണോ നിനക്ക്? പെൺകുട്ടിക്ക് പ്രത്യേക സ്വഭാവം എഴുതി വെച്ചിട്ടുണ്ടോ? എടി, നീ ഒച്ച ഇടയ്ക്കിടി. നിന്റെ ബഹളം നാട്ടുകാർ കേൾക്കുമല്ലോ. നിങ്ങളുടെ മകൻ്റെ ബഹളം ആരും കേൾക്കത്തില്ലയോ? ചേട്ടനെയാണോ ഇവൻ അവന്ന് വിളിക്കുന്നത്? എനിക്ക് അങ്ങനെ വിളിക്കാനേ തോന്നിയുള്ളൂ. ചുമ്മാ തന്നെ എന്നെ വഴക്കുണ്ടാക്കാൻ വരികയാണ്. എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ചു തല്ലും. ഒന്നടിച്ചാൽ 4 അടി ഞാൻ തിരിച്ചടിക്കുക. അവൻ അടിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ചടിക്കുമോ? അവനല്ലേ ആദ്യം എന്നെ അടിച്ചത്. ഇപ്പോൾ ന്യായം ആരുടെ ഭാഗത്താണ്? ഞാനല്ലേ അടി മേടിച്ച് നിൽക്കുന്നത്. അവൾ എന്തിനാ അടി മേടിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചമ്മേ. നിന്നെ വെറുതെയാണോ അടിച്ചത്? നീ ആ തെണ്ടിയുടെ പേര് പറയല്ലെന്ന് പറഞ്ഞാൽ നീ പറയും. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ നീ അല്ലേ ഹരീഷിൻ്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വന്നത്? നീയാണ് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത്. ഹരീഷിന് പറയാൻ നല്ലൊരു ജോലിയെങ്കിലും ഉണ്ട്. നീതുവിനെ അടിക്കുന്നു.
എന്തിനാണ് വെറുതെ എന്നെ തല്ലുന്നത്? ഇനി നീ അവനെ കാണുകയും സംസാരിക്കുകയും അങ്ങനെ ചെയ്താൽ ഞാൻ കാണുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അവളെ പിടിച്ച് കൊണ്ടുപോ അമ്മേ. അവൻ്റെ അമ്മ അടിക്കുന്നു. അവളെ ഇനി അടിക്കാതിരി, അവൾ ഇനി ചത്തുപോകുന്നതാണ് നല്ലത്. കൊച്ചിലെ എങ്ങാണ് ഇവളെ അങ്ങ് കൊന്നാ മതിയായിരുന്നു. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതേ ഞാൻ ചെയ്തിരിക്കൂ. അമ്മ ഇവക്ക് പ്രാന്താണ്, ഇവളെ പിടിച്ച് മുറി പൂട്ടിയിട്. നിനക്കാടാ പ്രാന്ത്? കാണിക്കുന്നത് സുധീഷും നികേഷും നിധിയും കൂടെ കളിക്കുന്നതാണ്. നികേഷ്, നീ എല്ലാ കളിയിലും ജയിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഈ കളിയൊന്ന് മാറ്റി പിടിച്ചാലോ? ഇത് നല്ല കളിയാണെന്നല്ലോ, അതുകൊണ്ടല്ലേ സുധീഷ് എപ്പോഴും തോക്കുന്നത്. ഹരീഷ്, നീ ഇവിടെ ഇരിക്കും, നമുക്ക് കളിക്കാം. പിന്നെ ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലയോ? അത് ഞാൻ ഓർത്തില്ല. സുധീഷേട്ടൻ പണിയും കൂലിയും ഇല്ലാതിരിക്കുവാന്നല്ലോ, നീ എന്നെ കളിയാക്കിയതാണല്ലേ? 4 പേരുള്ള കളിയാ, നല്ല രസമുണ്ടായിരിക്കും. ഹരീഷ്, നീ ഇവിടെ ഇരിക്കും. ഏട്ടത്തി, എനിക്ക് ജോലിയുണ്ട്. ഇത് ഞായറാഴ്ചയല്ലയോ? പിന്നെന്താ ജോലി? ഷോപ്പ് അവധിയല്ലയോ? ഇത് ശരിയാണല്ലോ. രാവിലത്തെ വഴക്കി സാറിന്റെ പകുതി ഒരു കഷ്ണം പോയി, അത് തിരിച്ചു പിടിക്കാനുള്ള പോക്കായിരിക്കും. നീ പേടിക്കേണ്ട, നിന്നെ വിട്ട് പോകില്ല. നിന്നെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. സുധീഷ് എന്തൊക്കെയാ പറയുന്നത്? പറഞ്ഞത് മതി, ഇനി വിശദീകരിക്കാൻ നിൽക്കണ്ട. രാവിലെ കഴിഞ്ഞത് കഴിഞ്ഞു. ബാ ഹരീഷ്, നമുക്ക് കുറച്ചു നേരം കളിക്കാം. ആദ്യം മുതലേ കളിക്കാം. അന്തം വിട്ട് നോക്കി നിന്നാൽ നിധിയേട്ടത്തി ഇവിടുന്ന് സ്ഥലം വിടും കേട്ടോ. നികേഷ് ഒരു രഹസ്യം പറഞ്ഞു. ഒന്നുമില്ല. അപ്പോഴത്തന്നെ സുധീഷ് വിളിക്കുന്നു. നമുക്കിന്ന് എല്ലാവർക്കും കൂടെ ബീച്ചിൽ പോയാലോ? നീ ഒന്ന് ചോദിക്കുക. നീ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. അത് ഞാൻ ചോദിക്കാനോ? എന്താ അവിടെ രഹസ്യം പറച്ചില്ല? സുധീഷേട്ടൻ ചോദിക്കുവാണേ നിധിയേട്ടത്തി ബീച്ചിൽ കൊണ്ടുവന്നേ. ഞാൻ അങ്ങനെയൊന്നും അല്ല ചോദിച്ചത്. ഞാൻ അങ്ങനെയാണോ അവിടെ ചോദിച്ചത്? നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ പോകാനാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ പോകണമെങ്കിൽ നമുക്ക് പോവാം. എന്നാ സെറ്റ്. എന്താ അവിടെ ഒരു ഗൂഢാലോചന? നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഞാനില്ല, എനിക്ക് വർക്ക്ഷോപ്പിൽ ജോലിയുണ്ട്. ഇന്ന് വർക്ക്ഷോപ്പ് മുടക്കമല്ലേ? നാളെ രാവിലെ തന്നെ ഒരു ബൈക്ക് ശരിയാക്കി കൊടുക്കണം, അതുകൊണ്ടാ. എല്ലാവരും പോയി റെഡിയാവും. സുധീഷ് അപ്പോഴത്തന്നെ കളിച്ച സാധനം എടുത്ത് എറിയുന്നു. അതെന്തൊരു പണിയാ സുധീഷ് ഏട്ടാ കാണിക്കുന്നത്? അടുത്ത തവണ കളിക്കുമ്പോൾ കരു അന്വേഷിച്ച് നടക്കണ്ടേ? അത് ശരിയാണ് സുധീഷ് ഇതെല്ലാം പറക്കി എടുത്ത് വെച്ചിട്ട് വന്നാൽ മതി. പറക്കി എടുത്ത് വെച്ചിട്ട് വന്നാൽ മതി. എവിടേക്കാ പോയെന്ന് അറിയത്തില്ലല്ലോ. കട്ടിലടിയിലൊക്കെ പോയല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങുവാണേ. അപ്പം നിങ്ങൾ പോയെല്ലാം ഒരുങ്ങുക കേട്ടോ. സുധീഷ് അതെല്ലാം പറക്കി എടുത്ത് വെക്കുന്നു. അച്ഛൻ പാട്ട് പാടുന്നു. അത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.